ദെൻ മെറിറ്റ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ. നോക്കൂ, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ആർക്ക്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്. അതുകൊണ്ട് തന്നെ ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ എന്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട മെറിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് എന്ന് പറയുന്നത് ഇവർക്കിടയിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്, നമ്മൾ ഏറ്റവും ആദ്യം ക്ലാസിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഓർഗാനിസത്തിനിടയിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് അല്ലെ. ആ ഇന്റർ റിലേഷൻഷിപ്പിനെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അല്ലെ. അതേപോലെ തന്നെ ഗ്രാജുവൽ ആയിട്ടുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ്, സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന കൃത്യമായ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ആ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് കോംപ്ലക്സ് ഓർഗാനിസംസ് അതിനു മുമ്പ് ആരുണ്ട്, സിംപ്ലർ വൺസ് അല്ലെ. അപ്പൊ കോംപ്ലക്സ് ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനകത്തു നിന്നാണ് എന്നുള്ള ആ ഒരു എവല്യൂഷന്റെ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നു, ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൃത്യമായി ഫോളോ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് ഈ സയനോബാക്ടീരിയ, ഫംഗസ്, യുഗ്ലീന ഇവരൊക്കെ എവിടെ വരുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ആൾക്കാരുടെയൊക്കെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതാണ്. ഫംഗസ് പ്ലാന്റയ്ക്കകത്തായിരുന്നു, യുഗ്ലീന പ്ലാന്റയ്ക്കകത്താണ്, സയനോബാക്ടീരിയ പ്ലാന്റയ്ക്കകത്താണ്. പക്ഷേ അവർക്കെല്ലാം കൃത്യം പൊസിഷൻ കൊടുത്തിരിക്കുന്നു അല്ലേ. അതൊക്കെ പ്ലാന്റയിൽ നിന്ന് മാറ്റിയിട്ട് സയനോബാക്ടീരിയൻ എന്ത് ചെയ്തു, മൊനീറയിലാക്കി. ഫഞ്ചയ്ക്ക് പ്രത്യേകമായിട്ടൊരു കിങ്ഡം കൊണ്ടുവന്നു അല്ലെ. യുഗ്ലീന എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റ എന്ന കിങ്ഡത്തിനകത്താക്കി. അങ്ങനെ ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളെയൊക്കെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇവരെല്ലാവരെയും ചേർത്തിട്ട് എന്താ വിളിച്ചത്, ഇവരെല്ലാവരെയും ചേർത്തിട്ട് പ്ലാന്റേ എന്നാ വിളിച്ചത് അല്ലേ. എന്നാൽ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെയൊക്കെ മാറ്റിയിട്ട് അവരൊക്കെ എന്ത് ചെയ്തു, വേറെ വേറെ ഗ്രൂപ്പുകളിലാക്കി എന്നുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് ആണ് അല്ലെ. അതേപോലെ നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് കിങ്ഡം ഫഞ്ചൈന്റെ കാര്യം അല്ലെ. പ്ലാന്റ്സിൽ നിന്ന് കിങ്ഡം ഫഞ്ചയെ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ള കാര്യം അല്ലെ. കാരണം എന്താണ്, ഫംഗസ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബയോകെമിക്കൽ ക്യാരക്ടേഴ്സും ഫിസിയോളജിക്കൽ ഫങ്ഷൻസും എല്ലാം ഉള്ള ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. സോ ഫംഗസിന് വേണ്ടി പ്രത്യേകമായൊരു കിങ്ഡം കൊണ്ടുവന്നു എന്നുള്ളത് അല്ലേ. ഇപ്പോൾ സയനോബാക്ടീരിയ എന്ന് പറയുന്നത്, സയനോബാക്ടീരിയക്ക് കിങ്ഡം മൊനീറയ്ക്കകത്താണ് വരുന്നത്, അതിനകത്ത് വേറെയും മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. എന്നാൽ ഫംഗസിനെ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഒരു സെപ്പറേറ്റ് കിങ്ഡത്തിനകത്താക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ മെറിറ്റിന്റെ ഭാഗമായിട്ട്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പറയുകയാണ് അല്ലേ.